ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ എയർ ഇന്ത്യ സിഇഒയെ വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തി. DGC അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിനായി എയർബസ് സംഘവും എത്തും. ഇതിലൊരു കാര്യം ചേർത്ത് പറയേണ്ടത്, ആ വിമാനം പറത്തിയിരുന്ന പൈലറ്റിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അയാൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എയർ ഇന്ത്യയോട് പറയാനുള്ളത്, ഇന്ത്യയിലെ വലിയ കമ്പനിയാണ്, എല്ലാവരും ആരാധനയോടെ കാണുന്നതാണ്, ടാറ്റയുടെ പേര് കളയിക്കരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെയും കൊണ്ട് പറക്കുന്നവരാണ്, അവരുടെ ജീവൻ വെച്ച് പന്താടരുത്. ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, ടാറ്റ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഞങ്ങളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതാണ്. ഇനിയും അഹമ്മദാബാദിൽ പൊലിഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിയരുത്. ഇത് അവസാനത്തേതാകട്ടെ. വാർത്തയിലേക്ക്. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിലാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായത്. എയർ ഇന്ത്യ സിഇഒ ക്യാമ്പബെൽ വിൽസണെയാണ് മന്ത്രാലയം വിളിച്ചു വരുത്തിയത്. സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തുകയാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും പരിശോധിക്കും. എയർബസും ഫ്രാൻസിലെ BEAയും അന്വേഷണത്തിന് സാങ്കേതിക സഹായം നൽകും. അന്വേഷണത്തിൽ AAIBയെ സഹായിക്കാൻ എയർബസ് സംഘമെത്തും. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നോ എന്ന് സംഘം പരിശോധിക്കും. ഇതിനിടെ ക്യാപ്റ്റന്റെ പ്രാഥമിക പരിശോധനയിൽ സൈക്കോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പൈലറ്റിന്റെ രണ്ടാം ലഹരി പരിശോധനയും പോസിറ്റീവ് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ തകരാറിലായതാണ് 300 അടി താഴ്ചയിലേക്ക് വിമാനം പതിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. അപകടത്തിലാകെ 17 പേർക്കാണ് പരിക്കേറ്റത്. ജനം, ഡൽഹി.